ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇവിടെ സമയം രാവിലെ 9 മണിയായിക്കാണ്. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. രാവിലെ 9 മണിയായാലും പുറത്ത് അത്യാവശ്യം നല്ല ഇരുട്ടാണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വെളിച്ചമൊന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റു ഞാൻ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം ഞാൻ എന്താണ് മോർണിംഗ് കഴിക്കണേന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മളൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ആപ്പിൾ നമുക്ക് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളിത് ആപ്പിൾ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതെൻ്റെ ബോക്സിലേക്ക് ഒന്ന് ഇടട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ ആപ്പിൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇടണം. നമുക്ക് നട്ട്സ് കട്ട് ചെയ്തിട്ട് ഇടാം. കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇടാം. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെ ഇടത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നട്ട്സ്. അതൊന്ന് ബ്രസീൽ നട്ട്, പിന്നെ അതുപോലെ തന്നെ കാഷ്യൂ നട്ട്, പിന്നെ ബദാം, അതുപോലെ തന്നെ വാൾനട്ട്. ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യണ നട്ട്സ് കഴിക്കാനായിട്ട്. അങ്ങനെ ഇതേ ഞാൻ നട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നട്ട്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നട്ട്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ ഇത് ഇനി ഓട്സ് ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സ്പൂൺ ഓട്സ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓരോരുത്തർക്ക് അളവിനനുസരിച്ച് ഇടാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചിയ സീഡാണ്. അത് കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഹണിയാണ്. നമുക്ക് ഹണി ആവശ്യത്തിന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബ്ലൂബെറി ആണ്. ബ്ലൂബെറി ഒരു 3-4 എണ്ണം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ നെക്സ്റ്റ് ലാസ്റ്റ് ആഡ് ചെയ്യാൻ പോണതാണ് ഈ സ്ട്രോബെറി. അത് ഞാൻ തലേദിവസം സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറിയുടെ ചാറും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതേ ഇത്രയുമാണ് നമ്മുടെ ഇതിൽ വരുന്നത്. പിന്നെ നമുക്കിത് എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മോർണിംഗിൽ കഴിക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ.